ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ ചായ 168, അതായത് ചായ 168. ഓ ആ ഇവിടെ തന്നെ വണ്ടി എടുത്ത്. ആ കമോൺ. വണ്ടിയിലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നിങ്ങൾ ലേശം കൂടി മുമ്പോട്ട് പോയിട്ട് വണ്ടി തടയണം. പിന്നെ മേലോട്ടും കീഴോട്ടും നോക്കാതെ മേലും നോവാതെ അടി കൊടുക്കണം. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാന്തര അടിയായിരിക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് അടി. പിന്നെ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. അതെ ഉവേ, ഇതിനിടയ്ക്ക് പെണ്ണിനെ പൊക്കി തരണം കേട്ടോ. ആ അപ്പൊ എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ പിരിഞ്ഞോക്കോ. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ, എന്റെ കർത്താവേ മാമ്പഴമാകട്ടെ നീ, എന്റെ ഈശോയേ മാമ്പഴമാകട്ടെ നീ. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി? കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്നാ എനിക്ക് സുഖമില്ല, ആശുപത്രി പോണ ഹെർണിയാ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് തുടങ്ങാം. ഇരിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി, ഞാൻ അഭിനയിച്ചോളാം. അയ്യോ, എനിക്ക് നോവുന്നുണ്ട്. പറഞ്ഞ പ്രകാരം ഞാൻ വീണ് കഴിഞ്ഞു. ഓ, ഞാൻ മരിക്കണമല്ലേ? ഹലോ. അനുപമ എവിടെ? അനുപമയെ അവരെ കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. ഇതെന്ത് പറ്റി? ഇടി കൊണ്ടപ്പം പറ്റിയതാ. അതിനിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെയാ? അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എനിക്ക് അടി കിട്ടിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ അനുപമയെ കൊണ്ടുപോയതാരാ? എനിക്കറിയേല. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ മണികണ്ഠൻ പാർട്ടി എന്നെ തല്ലി ഓടിച്ചില്ലേ? അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. അപ്പോ എന്നെ തടഞ്ഞ ഗുണ്ടകളാരാ? സാർ, ഇത് അവന്റെ വണ്ടിയാണ്.
ഞാൻ പറഞ്ഞില്ല അവന് ഈ പരിസരം വിട്ട് പോയിട്ടില്ല. അറസ്റ്റ് ചെയ്യും. നിർത്തറോ. എന്താ ഇപ്പൊ എല്ലാം മനസ്സിലായി. അനുപമയെ തട്ടിക്കൊണ്ടുപോയത് അവരാ. ലാലൻ വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയിൽ അത് എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമമാ. അപ്പോ അനുപമ അവളെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപകടമാ. സണ്ണിച്ച, തൽക്കാലം നീ എന്റെ വേഷത്തിൽ ഇവർക്ക് പിടികൊടുക്കണം. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികളാവും. അവൻ അവളെ കൊന്നു കാണൂ. എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ്. സാർ ഈ വാതിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേരൻ, ചന്ദ്രസേരൻ, കോച്ചല്ലേ. ക്യാച്ച്. പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ച. ആ കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കിയാട്ടെ. അക്കാര്യത്തിൽ നിനക്ക് എന്താ എത്ര വലിയ താല്പര്യം? അത് പിന്നെ കർത്താവാണ് ഇത് എന്റെ ഒരു അന്ത്യാഭിലാഷമാ. പ്ലീസ്. ഹലോ. മോളെ ഞാനാ. നീ ആ കോച്ച് സണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അയാളുടെ അതേ രൂപത്തിലുള്ള ഒരു ക്രിമിനലിനെ എനിക്ക് കിട്ടി. ഒരു അനുപമയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ. ആണ്ടെ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവനെ വെറുതെ വിടരുത് കേട്ടോ, ശരിക്കും കൊടുക്കണം. ഞാൻ അവനെ ശരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. പിന്നെ കോച്ചിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെയൊന്നുമില്ല, അയാൾ നല്ലവനാ, പാവാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കേ? ആ കോച്ച് ഇപ്പൊ വീട്ടിലുണ്ടാവുകയല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാമോ റാസ്കൽ? ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാ. ഊഹം? പറയടാ, അനുപമ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ. സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല സാറേ. എല്ലാം ഓക്കെ. ചവിട്ടരുത്. കുറ്റം ചന്ദ്രസേന്റെ തലയിലുമായി. ഇതാ ഇതെന്താ? പാതി. ഈ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറെ ചതിക്കില്ല. 50-50. അനുപമയുടെ അവളുടെ ശല്യം തീർത്തു. കൊന്നു? ഇല്ല, വിറ്റു. കണക്ക് തീർത്ത് ചെങ്കീരി അനുപമയെ ബോംബെക്ക് കൊണ്ടുപോയി. ചുവന്ന തെരുവിൽ ഒരു മലയാളി കൂടി അതിന്റെ ഷെയർ ആയത്. എടാ ദ്രോഹി, എനിക്ക് അവളുടെ ജോലി കളയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശോഭിക്കാതിരിക്കൂ. സംഗതി ഒരു കുഞ്ഞും അറിയില്ല. വക്കീൽ പറഞ്ഞതുപോലെ പ്രതി നമ്മളാണെങ്കിലും ശിക്ഷ ചന്ദ്രസേനെ കിട്ടൂ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. നിന്നെ പോലീസ് പോയിട്ടു. എവിടെ അനുഭവം? അയ്യോ വേണ്ട. ഞാൻ പറയാം. എന്താ പോയി നോക്കടാ.
വണ്ടി നിർത്താൻ പറയടാ. പറയടാ. വാ. ഒരു ജോലിക്ക് വേണ്ടി നീ കാട്ടിക്കൂട്ടിയ പേക്കൂത്തിന് ദൈവം നിനക്ക് തന്ന ശിക്ഷയത്. എന്തായാലും ജോലി പോയത് നന്നായി, അല്ലെങ്കിൽ നിന്റെ അഹങ്കാരം മാനം മുട്ടിയന്. ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയൊക്കെ വില അങ്ങേ അറ്റം വരെ പഠിച്ചാലും നിനക്കൊന്നും മനസ്സിലാവില്ല കുട്ടി. ഇതൊക്കെ നിന്നോട് പറയേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇറങ്ങിറങ്ങ്. സൗകര്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് സുരക്ഷിതയായി തിരിച്ചെത്തിയെന്ന്.